ഹലോ കൂട്ടുകാരെ, അങ്ങനെ അലീന ആ ബോംബ് പൊട്ടിച്ചിട്ട് നിൽക്കുകയാണ് വൈജയുടെ അടുത്ത്. അതായത് 22 വർഷം മുൻപ് നിങ്ങൾക്കൊരു ജീവിതം ആഗ്രഹയിലുണ്ടായിരുന്നില്ലേ, നിങ്ങൾ ആണൊരുത്തൻ്റെ കൂടെ ജീവിച്ചിട്ടില്ലേ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഇനി നിങ്ങൾ ഇനിയെങ്കിലും അടങ്ങി ഒതുങ്ങി ജീവിക്കണം. വീട്ടിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ അച്ഛൻ്റെ അടുത്ത് കുതിര കയറാൻ നിൽക്കരുത്. മക്കൾ പറയുന്നതും ഭർത്താവ് പറഞ്ഞതും അനുസരിച്ചിട്ട് വേണം ജീവിക്കാൻ. അവരെ സ്നേഹിക്കണം. പഴയ പോലെ വാശിയും ദേഷ്യവും കാണിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് അലീന ഉപദേശം. പക്ഷേ വൈജ ആകെ ഞെട്ടിത്തെറിച്ച് ആ തരിപ്പിൽ തന്നെ നിൽക്കുകയാണ്. അത്രയും നേരം ആക്രോശിച്ച് നിന്ന വൈജ അവിടെ ഒരു എന്താ പറയുക, ഒന്നുമല്ലാതെ മഞ്ഞുരുകി നിൽക്കുന്നത് പോലെ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും പിന്നെ അലീന തുടരുകയാണ്. മാഡം എന്ത് വിചാരിച്ചാലും അച്ഛൻ എനിക്ക് അച്ഛനും അവിടെയുള്ളത് എൻ്റെ കൂടപ്പിറപ്പുകളായിരുന്നു. മാഡത്തിന് ഞാൻ എൻ്റെ അമ്മയെ പോലെ കണ്ടിട്ടുള്ളൂ. എനിക്ക് അങ്ങനെ കാണാൻ സാധിക്കുകയുള്ളൂ. ഇനി ഞാൻ പോവുകയാണ്, യാത്ര പറയാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞിട്ട് അലീന വാതിൽ തുറന്ന് പോകാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് അവിടെ എത്തിയിട്ട് വാതിലിൻ്റെ അവിടെ എത്തിയിട്ട് വീണ്ടും തിരിഞ്ഞു നോക്കും. തിരിഞ്ഞു നോക്കിയപ്പോഴും വൈജ ഇങ്ങനെ ഷോക്കായി നിൽക്കുന്നത് തന്നെയാണ് കാണിക്കുക. അങ്ങനെ വൈജ ഡോർ അടച്ചിട്ട് തിരിച്ചു പോകില്ല, അലീന ഡോർ അടച്ചിട്ട് പോവുകയാണ്. പിന്നെ മുത്തശ്ശിയുടെ റൂമിലോട്ടാണ് പോകുന്നത്. അങ്ങനെ മുത്തശ്ശിയെ കണ്ടപ്പോൾ മുത്തശ്ശി സുഖമായിട്ടിരിക്കുന്നു, എങ്ങനെയുണ്ട് കൊട്ടൻ ചുക്കാതിയും തൈലവും ലേഹ്യം ഒക്കെ ഉപയോഗിക്കുന്നില്ലേ, എല്ലാം കറക്റ്റ് സമയത്ത് കിട്ടുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയും, നീ തരണ പോലെ സ്നേഹത്തിൽ ആരാ ഇങ്ങനെ തരുമോളെ, നിൻ്റെ അത്ര സ്നേഹമൊന്നും ആർക്കും ഇല്ലല്ലോ. അതെന്താ മുത്തശ്ശി, ഇവിടെ ആർക്കും സ്നേഹമില്ലേ? ഇവിടെ സ്നേഹമുണ്ട്, പക്ഷേ ഇത് കുറച്ച് പഴകിയ സ്നേഹം. കാരണം കുറേ കാലം സ്നേഹിച്ചിട്ടൊന്നും തിരിച്ച് കിട്ടാനില്ലെന്നാകുമ്പോൾ ഒരു പഴകിയ സ്നേഹമാണത്, അതിലത്രയൊക്കെ തന്നെ കിട്ടുള്ളൂ എന്ന്. പിന്നെ അലീന പറയും, ഞാൻ യാത്ര പറയാൻ വേണ്ടി വന്നതാണ്, ഞാൻ ഇവിടുന്ന് പോവുകയാണ് എന്ന്. മുത്തശ്ശി പറഞ്ഞു, മനു എന്നോട് പറഞ്ഞിരുന്നു, നീ പോവുകയാണെന്ന്, നിനക്ക് എല്ലാം നല്ലതും ഉണ്ടാവും മോളെ, നീ പോകുന്നിടത്ത് നന്നായി നീ ഇരിക്കും എന്ന്. മുത്തശ്ശി എന്നെ അനുഗ്രഹിക്കണം എന്ന് പറയുകയാണ് അലീന. മുത്തശ്ശി അവളുടെ തലയിൽ കൈ തൊട്ടിട്ട് പറയും, നീ എവിടെയാണോ പോകുന്നത് അവിടെ നിനക്ക് നല്ല സുഖവും സമാധാനം കിട്ടട്ടെ എന്ന്. പിന്നെ നീ ഞങ്ങളോട് ക്ഷമിക്കണം മോളെ. ഞാൻ കുറേ എന്നിട്ട് പറഞ്ഞിട്ട് മുത്തശ്ശി കരയുകയാണ്. അപ്പോൾ അലീന പറയും, മുത്തശ്ശി എന്തിനാണ് കരയുന്നത്, നമ്മൾ തമ്മിൽ നല്ല സ്നേഹത്തിലായിരുന്നില്ലേ, ഇടയ്ക്കൊരു ചെറിയ പ്രശ്നം വന്നപ്പോൾ മാത്രം, അത് മുത്തശ്ശിയുടെ നിസ്സഹായാവസ്ഥ എനിക്കറിയാം. അപ്പോൾ മാത്രമല്ല നമ്മൾ ചെറിയൊരു തമ്മിൽ സൗന്ദര്യപ്പണക്കം ഉണ്ടായിട്ടുള്ളൂ, അല്ലാത്ത സമയത്തെല്ലാം നമ്മൾ നല്ല കൂട്ടുമായിരുന്നു, നല്ല സ്നേഹവുമായിരുന്നു, എനിക്കത് മതി മുത്തശ്ശി എന്ന് പറയുകയാണ്. മുത്തശ്ശി പറയും, അല്ല വൈജ് നല്ലതായിരുന്നെങ്കിൽ നിന്നെ എത്ര സന്തോഷത്തിൽ നെടുമ്പുരയ്ക്കൽ നിൽക്കേണ്ടതാണ്, അവൾ കാരണമല്ലേ ഇപ്പോൾ ഇങ്ങനെ. അപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മുത്തശ്ശി, അനുഭവിക്കാനും യോഗം വേണമെന്ന് പറയുകയാണ്. എന്നാലും അലീന പറയണേ, എനിക്കിവിടെ സന്തോഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കാരണം ഒരു വീട്ടിൽ എങ്ങനെയാണ് എന്നും, ഒരു വീട്ടുകാരൻ അംഗീകരിച്ചതും, ഒരു വീട് എങ്ങനെയാണ് കഴിയുക എന്നും, ഒരു വീട്ടിൽ നല്ല വസ്ത്രങ്ങൾ ഇട്ടതും നല്ല ഭക്ഷണം കഴിച്ചതും, ഒരു വീട്ടിൻ്റെ ഡൈനിങ് ടേബിളിൽ എനിക്കൊരു സ്പേസ് കിട്ടിയതൊക്കെ അവിടെ വന്നതിന് ശേഷമാണ്. അതൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല മുത്തശ്ശി, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് അവൾ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ മുത്തശ്ശി അവളെ കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഗംഗനും നമ്മുടെ മനുവൊക്കെ ഡൈനിങ് ഹാളിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഗംഗൻ ചോദിക്കും, നീ വൈജയും അമ്മയും കണ്ടോ എന്ന്. ഞാൻ രണ്ടുപേരെയും കണ്ടു. മാഡം എന്നെ കുറേ വഴക്കൊക്കെ പറഞ്ഞു, പിന്നെ അമ്മ മുത്തശ്ശി എന്നെ ആശ്വസിപ്പിച്ച് കുറേ കരഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെയായിരുന്നു, ഒരുപാട് കരഞ്ഞു മുത്തശ്ശി, എന്താണെന്ന് എനിക്ക് കാര്യം മനസ്സിലായില്ല എന്ന്. അപ്പോൾ ഗംഗ പറയും, അത് അമ്മയ്ക്കറിയാലോ നിൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, അതാണ് അങ്ങനെയെന്ന്. അപ്പോൾ ഗംഗൻ ചോദിക്കും, അല്ല എന്തായി ഇനി നിൻ്റെ പോവലിൻ്റെ കാര്യം എന്തായി എന്ന്. അപ്പോഴേക്കും അവിടേക്ക് ശിവനും വരുന്നുണ്ട്. അപ്പം ഒരു പുതിയ വീട്ടിലാണ്, ആ സ്ഥലത്തിൻ്റെ പേരും പറയും. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ പോകുന്നത്, അവിടേക്കാണ് പോകുന്നത് എന്ന്, ഒരു പ്ലാനറാണെന്ന് മാത്രം അറിയാമെന്ന്. അപ്പോൾ ശിവൻ ചോദിക്കും, അവിടെ ഇപ്പം എങ്ങനെ ബാലചന്ദ്രന് കണക്ഷൻ, അതെനിക്ക് മനസ്സിലാവുന്നില്ല എന്ന്. അപ്പം അലീന പറയും, അതും എനിക്കും അറിയില്ല, അച്ഛൻ എന്തായാലും നല്ല സ്ഥലത്തേക്കല്ലേ എന്നെ കൊണ്ടാക്കുള്ളൂ, എൻ്റെ സേഫ്റ്റി ഇമ്പോർട്ടൻ്റ് ആണല്ലോ, അതുകൊണ്ട് അങ്ങനത്തെ സ്ഥലത്തേക്ക്, നല്ല സ്ഥലത്തേക്ക് എന്നെ കൊണ്ടാക്കുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ഗംഗനും പറയും, അതെ അങ്ങനെ തന്നെ ആയിരിക്കും, ബാലചന്ദ്രൻ ഇതൊക്കെ നോക്കിയിട്ട് തന്നെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക, പിന്നെ നീ മോളെ ഒറ്റയ്ക്കാണെന്ന് നിനക്ക് തോന്നരുത്, നിനക്ക് എപ്പോഴും ഞങ്ങളുണ്ട്, ഞങ്ങൾ നിന്നെ തിരിച്ചറിയാത്ത കാലത്താണ് ഓരോന്ന് മോശമായിട്ട് പെരുമാറിയിട്ടുള്ളത്, പക്ഷേ ഞങ്ങളോട് ക്ഷമിക്കണം എന്നൊക്കെ ശിവനും പറയുകയാണ്. ഗംഗനും പറയും, മോളെ നിനക്ക് എന്നും ഞങ്ങളുണ്ട്, നീ തനിച്ചല്ല എന്ന് നീ ഓർക്കണം, കാരണം നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞങ്ങളെ വിളിക്കാം, പ്രത്യേകിച്ച് എന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് ഗംഗനും അവളെ സപ്പോർട്ട് ചെയ്യണം. അപ്പം അലീന പറയും, എനിക്ക് വിഷമമൊന്നുമില്ല പോകുന്നതിൽ, ഇതിനേക്കാൾ വലിയ വിഷമമൊക്കെ ഞാൻ അനുഭവിച്ചിട്ടില്ലേ, 22 വർഷം മുമ്പ് ഒരു ചോരക്കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ടില്ലേ, അതിനേക്കാൾ വലിയ സങ്കടവും വിഷമമൊക്കെ എന്താ ഇനി എനിക്ക് വരാനുള്ളത് എന്നൊക്കെ പറഞ്ഞാൽ അലീന പോകാൻ തയ്യാറാകുകയാണ്. അപ്പം മനു പറയും, ഇനിയും ഇവിടെ നിന്ന് ഇങ്ങനെ നിൽക്കഴിഞ്ഞാൽ നീ വീട്ടിലെത്താൻ സമയം വൈകും, അതുകൊണ്ട് പോവാം എന്ന് പറയുകയാണ്. അപ്പോൾ അലീന പറയുന്നത് ശരി, അങ്കിളിനോടൊക്കെ യാത്ര പറഞ്ഞിട്ട് അവൾ ഇറങ്ങാൻ. അപ്പോഴേക്കും മനു വണ്ടി എടുത്തിട്ട് മനു അങ്ങോട്ട് വരും. അങ്ങനെ മനു എൻ്റെ വണ്ടിയിൽ അലീന കയറുകയാണ്.
അങ്ങനെ ഇവർ യാത്രയാക്കണം, വേറെ ആരും ഇല്ല. നമ്മുടെ കമലയും രഞ്ജിനിയും ഒന്നും അവിടെ ഇല്ല, ഇവർ മാത്രം തന്നെയുള്ളൂ. അങ്ങനെ എന്താ വണ്ടി കയറിയിട്ട് വണ്ടി എടുക്കും. അപ്പോൾ മനു ചോദിക്കും, എന്താ വൈജാൻറ്റി എന്താ നിന്നോട് പറഞ്ഞത് എന്ന്. അപ്പോൾ അലീന പറയും, എന്നെ കുറേ വഴക്ക് പറഞ്ഞു, 22 വർഷം മുൻപ് ഞാൻ ജീവിച്ച ആളുടെ കൂടെ ഇനി എങ്ങനെ ജീവിക്കണം എന്നൊന്നും പറഞ്ഞ് നീ എന്നെ ഉപദേശിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വഴക്ക് പറഞ്ഞു, ഒരുപാട് ശപിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മനു പറഞ്ഞു, അതൊക്കെ നീ പ്രതീക്ഷിച്ചിട്ടുള്ളതല്ലേ. അതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളതാണ്, പക്ഷെ ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞു. കാരണം എന്തെന്ന് വെച്ചാൽ 22 വർഷം മുൻപ് മാഡം ആഗ്രയിൽ ജീവിച്ചിരുന്ന ജീവിതത്തെക്കുറിച്ച് എനിക്കറിയാം എന്ന് ഞാൻ പറഞ്ഞു എന്ന്. അപ്പോൾ അനു പറയും, നീ അങ്ങനെ പറഞ്ഞോ, നീ എന്തായി പറയുന്നത്, അത് കുറച്ച് അക്രമമായില്ലേ. അപ്പോൾ അലീന പറയും, അത് പറയണമായിരുന്നു, ഇല്ലെങ്കിൽ അവിടെ ചെന്ന് വീട്ടിൽ ചെന്നിട്ട് അച്ഛൻ്റെ അടുത്ത് വീണ്ടും പഴയ സ്വഭാവം എടുത്തു കഴിഞ്ഞാൽ അച്ഛൻ ഇപ്പോൾ ഒന്ന് തണുത്താറിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അച്ഛന് ചിലപ്പോൾ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അച്ഛൻ എന്താ ചെയ്യുക എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇതെല്ലാം പൊട്ടിത്തെറിച്ച് കൂടുതൽ വഷളാവുകയുള്ളൂ. അതുകൊണ്ട് അച്ഛനോടൊരു ഭയത്തിലും ഭക്തിയിലും സ്നേഹത്തിലും എല്ലാം നിൽക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന്. അപ്പോൾ ചിലപ്പോൾ മാഡം വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാനിതെല്ലാം അച്ഛനോട് പറഞ്ഞിട്ടുണ്ടാവുമെന്ന്. അപ്പോൾ മനു ചോദിക്കും, അത് സംശയം ഉണ്ടാകാൻ വഴിയുണ്ട്. ഇനി നിന്നെ ഫോൺ വിളിച്ചിട്ടോ അല്ലെങ്കിൽ നേരിട്ടോ വന്ന് ചോദിക്കുകയാണ്, നീ അങ്കിളിനോട് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നീ എന്ത് പറയുമെന്ന്. അപ്പോൾ അലീന പറയും, അപ്പോൾ ഞാൻ കൃത്യമായിട്ട് പറയും, എന്താണ് എനിക്ക് 22 വർഷം മുൻപ് ഒരു പട്ടാളക്കാരൻ്റെ കൂടെ നിങ്ങൾ ജീവിച്ച ജീവിതം എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം എന്ന് തന്നെ ഞാൻ പറയുന്നത്. അപ്പം മനു പറയും, എന്നാൽ നിനക്ക് പറയാമെങ്കിൽ ഇപ്പം തന്നെ പറയാമായിരുന്നില്ലേ എന്ന്. അപ്പോൾ അലീന പറയും, അത് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കടപ്പാട്ടൂർ നെടുമ്പരക്കിലേക്ക് തിരിച്ചു പോയില്ലെങ്കിലോ, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നതെന്ന്. അപ്പോൾ അവന് പറയും, അതും ശരിയാണ്. അലീന പറയും, ഞാൻ മനഃപൂർവ്വം തന്നെ പറഞ്ഞതാണിത്. കാരണം എന്തെന്ന് വെച്ചാൽ എന്നാലേ ഒന്ന് ഒതുങ്ങുകയുള്ളൂ, അച്ഛൻ്റെ അടുത്ത് നല്ലപോലെ സംസാരിക്കുകയുള്ളൂ എന്നൊക്കെ. അങ്ങനെ പിന്നെ മനു ചോദിക്കും, പിന്നെ ഇപ്പം ഇനി ആരുടെയെങ്കിലും യാത്ര പറയാനുണ്ടോ എന്ന്. അപ്പോൾ അലീന പറയും, ഇനി ആരുടെ യാത്ര പറയാനൊന്നുമില്ല, എനിക്ക് മുത്തശ്ശിയോടും മാഡത്തിനോടും പിന്നെ എല്ലാറ്റിനും എൻ്റെ കൂട്ടുന്നത് മനുവേട്ടനല്ല, മനുവേട്ടനോടാണ്. മനുവേട്ടൻ എനിക്ക് മറക്കാൻ പറ്റുമോ? എനിക്ക് താങ്ങായിട്ട് നിന്ന ആളല്ലേ. ഈ ജന്മം മുഴുവൻ ഞാൻ മനുവേട്ടനോട് നന്ദിയുള്ളവളായിരിക്കും. പിന്നെ ഇനി അടുത്തൊരു ജന്മത്തിലും അങ്ങനെ ഒരു ജന്മം ഉണ്ടെങ്കിൽ അതിലും അങ്ങനെ തന്നെയായിരിക്കും. അപ്പം മനുവിന് ആകെ വിഷമം വരും. അപ്പോൾ മനു വണ്ടി ഒരു സൈഡിലോട്ട് നിർത്തിയിട്ട് പറയും, ഞാൻ എന്നും നിൻ്റെ കൂടെ ഉണ്ടാവുന്നത് നിനക്ക് ഞാൻ വാക്ക് തരികയാണ് എന്ന് പറഞ്ഞിട്ട് മനുവിൻ്റെ കൈ നീട്ടുകയാണ്. അപ്പോൾ ആദ്യം അലീന ഒരു അമ്പരപ്പോട് കൂടി നിൽക്കുകയാണ്. എന്നിട്ട് അലീനയും, എന്താ മനുവേട്ടാ, ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ മനുവേട്ടനെ മറക്കുന്നതാണോ മനുവേട്ടൻ വിചാരിച്ചത് എന്ന്. അപ്പോൾ മനു പറയും, ഇല്ലില്ല, നീ അങ്ങനെ പോയി കഴിഞ്ഞാൽ നീ മറക്കൊന്നുമില്ല എന്ന് എനിക്കറിയാം. കാരണം നീ പോണ സ്ഥലം എവിടെയെന്ന് എനിക്കറിയാം എന്ന്. അപ്പോൾ അലീന ചോദിക്കും, അതെങ്ങനെയാണ് മനുവേട്ടനറിയാം? മനുവേട്ടൻ എന്നോട് എന്നിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. അതൊക്കെ ഞാൻ അങ്കിളിനോട് ചോദിച്ചിരുന്നു. അങ്കിള് ഇനി അങ്കിള് തന്നെ നിൻ്റെ അടുത്ത് പറയും, അതാണ് അതിൻ്റെ ഒരു ഭംഗിയെന്ന്. ശരി എന്ന് പറയുകയാണ്. അപ്പം അവന് അപ്പോഴും കൈ നീട്ടിയിട്ട് തന്നെയാണ് വിളിക്കുന്നത്. ഞാൻ നിൻ്റെ കൂടെ എന്നും ഉണ്ടാവും, നിനക്ക് ഞാൻ ഇതാ വാക്ക് തരിക എന്ന് പറയും. അപ്പോൾ അലീനയുടെ കൈ നീട്ടിയിട്ട് മനുവിൻ്റെ കയ്യിൽ ചേർത്ത് പിടിക്കുകയാണ്. എന്നതിന് ശേഷം അവർ തിരിച്ച് വണ്ടി എടുത്തിട്ട് തന്നെ നെടുമ്പരക്കിലേക്ക് പോകുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി നാളത്തെ എപ്പിസോഡിൽ വൈജയും പബ്ബിതിയും തമ്മിൽ ചെറിയൊരു ഫോണിലൂടെ ചെറിയൊരു തർക്കം കാണിക്കുന്നുണ്ട്. അതിൻ്റെ പ്രമോയൊക്കെ ഇന്ന് വൈകുന്നേരം തന്നെ ത്തിനുള്ളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്.